ഇനി രാഷ്ട്രീയമായി ഈ വിഷയത്തെ എങ്ങനെ കോൺഗ്രസ് സമീപിക്കുന്നു? കോൺഗ്രസിനുള്ളിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭക്തന്മാർ എങ്ങനെ ഇതിനെ ഈ ഇടക്കാല അസ്വസ്ഥയും പെരുപ്പിച്ചായിരിക്കുമോ സമീപിക്കുക എന്നുകൂടി നമുക്ക് നോക്കാം. എന്നോടൊപ്പം മാർഷൽ വി സെബാസ്റ്റ്യനും മാധു സജിയും ചേരുന്നുണ്ട്. മാർഷലേട്ട, ഈ വിഷയത്തിൽ നമുക്കറിയാം കോൺഗ്രസിന് ഇപ്പോൾ വന്ന പ്രതികരണം അത് KC ആയാലും എല്ലാവരും പറയുന്നത്, കാരണം രാഹുൽ അടഞ്ഞ അധ്യായമാണല്ലോ, അടഞ്ഞ അധ്യായമാണ്. അപ്പോൾ പുറത്ത് ഇവിടെ ഞങ്ങൾ പുറത്താക്കിയ ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇടക്കാല ആശ്വാസം കിട്ടുന്നെങ്കിൽ ഞങ്ങൾക്കൊരു കമൻ്റ് അതിൽ പറയേണ്ടതില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ചലനം ഈ വിഷയത്തിൽ ഉണ്ടാകുമോ? കാരണം തിരഞ്ഞെടുപ്പ് കാലമാണിത്. ഈ പോലീസിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഉയർത്തുന്നു, മുഖ്യമന്ത്രി തിരിച്ചങ്ങോട്ട് പറയുന്നു. ഈ ഘട്ടത്തിൽ ഇത് പൊളിറ്റിക്കലി ഇതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? രാഷ്ട്രീയമായിട്ട് നമ്മളതിനെ സമീപിച്ചാൽ ആ വിഷയം തീർന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ 2:30 വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി 6 തിരുവനന്തപുരത്ത്. അപ്പോൾ സ്വാഭാവികമാണ്, അതായത് സ്വാഭാവികമായ കാര്യമാണ്. അതായത് 2 വട്ടം ഒരാൾക്കെതിരെ ഒരേ കേസ് വരുന്നു. അതിലൊന്നിൽ മാത്രമാണ് ഇപ്പോൾ താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കേസുകൾ വരുമ്പോൾ വീണ്ടും ഇതേ വിഷയം രാഷ്ട്രീയപരമായി നിൽക്കും. രാഷ്ട്രീയപരമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് രാഷ്ട്രീയപരമായി നിൽക്കും. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാത്രം പരിഗണിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമോ അതല്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ഈ വിഷയം മാറിപ്പോണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യേണ്ട ഒരു വിഷയമല്ലിത്. തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പ് തന്നെ ഈ പ്രശ്നം ഉണ്ടാകുന്നു, ഈ ഇഷ്യൂ ഉണ്ടാകുന്നു. എന്നാൽ അന്നൊന്നും കോൺഗ്രസോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഉയർന്നു വരാതിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള വിഷയം നീണ്ടുപോയത് എന്നുള്ളതാണ്. ഒടുവിൽ ഇത് സെഷൻ കോടതി മുൻകൂർ ജാമ്യം തള്ളുകയും രണ്ടാമത് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ മാത്രമാണ് അതുവരെ താൽക്കാലികമായിട്ട് 15-ാം തീയതി വരെ താൽക്കാലികമായിട്ട് അറസ്റ്റ് തടയുന്നത്. ഇതിനെ നമ്മൾ രാഷ്ട്രീയപരമായി കാണുകയാണെങ്കിൽ ഇത് തിരിച്ചടിയാണ്. ഈ വിഷയം അങ്ങനെ ഇങ്ങനെ ഒന്നും മാറിപ്പോകുന്നതല്ല. തെരഞ്ഞെടുപ്പ് 2 ദിവസം കൊണ്ട് കഴിയും. എങ്കിലും ഇതേ തുടർന്നുണ്ടായിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്ത് നിയമപരമായ നടപടി സ്വീകരിക്കപ്പെടും എന്നുള്ള കാര്യം അതേപടി തന്നെ തുടരുവാനാണ് സാധ്യത. അത് മാറ്റിവെക്കേണ്ട ഒരു വിഷയമല്ല. മാധു, അതായത് നമ്മൾ ഈ പറഞ്ഞു വന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചോളം നമുക്കറിയാം എത്രത്തോളം അവിടെ പാലക്കാടായാലും നേതാക്കന്മാരും അകമഴിഞ്ഞ് ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഈ വിധി വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഭാവം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാഹുലിനെ പുറത്താക്കിയത് കൊണ്ട് അവിടെ അവസാനിക്കുമോ എന്ന്. ഇന്നിപ്പോൾ ഈ ഇടക്കാല ആശ്വസ്തയെ പോലും സോഷ്യൽ മീഡിയയിലടക്കം പലരും വലിയ ആഘോഷമാക്കിയാണ് രാഹുലിന് ഒരു ബെയിൽ കിട്ടിയത്. ഹൈക്കോടതിയിൽ നിന്നും ഒരു ബെയിൽ കൂടി കിട്ടിയ രീതി, ആ ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പൊളിറ്റിക്കലി മാർഷൽ പറഞ്ഞതിനെ എങ്ങനെയാണ് ആ പരാമർശങ്ങളോട് പ്രതികരണം? ഒന്നീ വിഷയം രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യേണ്ടതാണോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നിയമസഭാ സാമാജികരുടെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് അവർ എത്രത്തോളം ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്, എത്രത്തോളം ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്, എത്ര വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഞങ്ങളിൽ എത്ര പേർ ബലാത്സംഗ കേസിലെ പ്രതികളാണ്, നിങ്ങളിൽ എത്ര പേർ ബലാത്സംഗ കേസിലെ പ്രതികളാണ് എന്ന നിലയ്ക്ക് താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അശ്ലീലങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ആകാൻ പാടില്ല. ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഈ എൽദോസ് കുന്നപ്പള്ളിയും എം വിൻസെന്റും ഒക്കെ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയല്ലേ എന്നുള്ളത്. കാരണം എം മുകേഷിനെതിരായ വലിയ ആരോപണം ഉണ്ടാകുന്ന സമയത്താണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആരോപണം ഉണ്ടാകുമ്പോൾ കേസിൽ കുടുങ്ങുമ്പോൾ എം മുകേഷിനെ വെച്ച് പ്രതിരോധിക്കാമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നതും രാഹുലിനെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെയും എം വിൻസെന്റിനെയും വെച്ച് പ്രതിരോധിക്കാമെന്ന് CPM വിചാരിക്കുന്നതും ഒരേ തരത്തിലുള്ള അശ്ലീലമാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിയമസഭാ സാമാജികരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച്, അവരുടെ ബലാത്സംഗ കേസിലെ പ്രതികളാകുന്ന എണ്ണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, മറ്റൊന്നിനെക്കുറിച്ചുമല്ല. അതിന് വിധേയരാകേണ്ടി വരുന്ന സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് ലജ്ജിച്ച് തലകുനിക്കാനേ കഴിയുള്ളൂ. ഒന്ന്. രണ്ടാമത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ കേസിൽ ആരാണ് പരാതിക്കാരൻ? KPCC അധ്യക്ഷനാണ്. കാരണം ആ പേര് വെക്കാതെ നൽകിയ കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ കംപ്ലൈൻറ്റിൽ, അദ്ദേഹത്തിന് കിട്ടിയ പരാതിയിൽ അദ്ദേഹമാണ് വാദി. ഒരു പാർട്ടി, അതിൻ്റെ MLA, ആ MLAക്കെതിരെ പരാതി സാങ്കേതികമായിട്ടാണെങ്കിലും KPCC അധ്യക്ഷനാണ് അതിലെ പരാതിക്കാരൻ എന്നത് ആലോചിക്കണം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു, ജാമ്യം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒരുപക്ഷെ, ഇന്നലെ ഞാൻ ചർച്ചയിലും പറഞ്ഞു, ഇവിടെ ഒരുപക്ഷെ കരഘോഷങ്ങളുണ്ടാകും, ഇവിടെ ഒരുപക്ഷെ പൂമാലയുണ്ടാകും, ഇവിടെ ഒരുപക്ഷെ വാദ്യഘോഷം ഉണ്ടാകും. ഇതിപ്പോൾ KSRTC ബസ്സിലൊരു പെൺകുട്ടിക്കെതിരെ അശ്ലീല പ്രകടനം നടത്തിയതിന് അകത്തുപോയ ഒരാൾ തിരിച്ചു വന്നപ്പോഴും ഈ കോപ്രായങ്ങൾ മുഴുവൻ കണ്ടവരാണ് നമ്മൾ. അതേ മാലയാണ് കഴുത്തിൽ വീഴുന്നതെന്ന് ചിന്തിച്ചാൽ മതി. അതായത് തീർച്ചയായും അവിടെ മറിച്ചായിട്ട്, അതായത് മാധവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമുക്കറിയാം കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനത്തിലേക്ക് രാഹുലിനെതിരെ വരുമ്പോൾ ഇപ്പോൾ അവിടെ എന്താണ്
കവചമാക്കി പറഞ്ഞതാണ്. അവിടെ നോക്കൂ, മുകേഷ് അവിടെ ഇരിക്കുന്നില്ലേ, അവിടെ നോക്കൂ, ശശി അവിടെ ഇരിക്കുന്നില്ലേ, പി ശശി ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നില്ലേ, എങ്ങനെ പറഞ്ഞു. പക്ഷേ ഇതാണ് BJPയുടെ കാര്യം. BJPക്കാരതിനെ എതിർത്ത് പറയുമ്പോൾ എന്താണ്, അങ്ങ് പോയി ഉത്തർപ്രദേശിൽ പോയി UPയിലെ ഒരു നേതാവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവരെ ഈ പരസ്പരം ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ആ ഒരു പരാമർശങ്ങൾ ഇപ്പോഴും എന്താണ്, ഞങ്ങൾ നടപടിയെടുത്തില്ലേ എന്നതിന് ശേഷം വരുന്ന എല്ലാ പോയിന്റുകളും ഇങ്ങോട്ടാണ് CPMലേക്ക് തന്നെയാണ്. എല്ലാ പ്രതികരണങ്ങളും നോക്കൂ. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തൊട്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്ത് ലെവലിൽ നിൽക്കുന്ന പ്രവർത്തകൻ പോലും ഇപ്പോൾ പറയുന്ന പല്ലവി ഇതാണ്. അതിനെന്തെങ്കിലും ഒരു ന്യായീകരണം അല്ലെങ്കിൽ CPMലേക്ക് ഉന്നയിക്കപ്പെടാവുന്ന ആരോപണമായത് മാറുന്നുണ്ടോ? ഇല്ല, ഇതിൽ UPയിലേക്ക് BJPയുടെ പോകുന്ന വെച്ചാൽ അവർക്ക് ഇവിടെ MLA ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ സ്വാഭാവികം. മറ്റൊന്ന് ഞാൻ മാധു പറഞ്ഞു, അതെ അയ്യോ രാജേട്ടനെ പോലുള്ള മനുഷ്യനെ നമുക്ക് അങ്ങനെ കാണാനേ പറ്റില്ല. അദ്ദേഹം ഒരു രാജർഷയായ മനുഷ്യനാണ്. പക്ഷേ മാധു പറഞ്ഞോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം ഇവിടെ എൽദോസ് കുന്നപ്പള്ളിയുടെയും വിൻസെന്റിന്റെയും കാര്യം പറയുമ്പോൾ അപ്പുറത്ത് മുകേഷ് ഇല്ലെന്ന് പറയും, മുകേഷ് ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഇവരില്ലേ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അശ്ലീലമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ കരുതാൻ പറ്റുള്ളൂ. നമ്മളൊരു തെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ നീയും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു തന്ത്രം ഉണ്ടല്ലോ, അത് ഒരിക്കൽ പോലും ഒരു രീതിയിലും അംഗീകരിക്കപ്പെടേണ്ട കാര്യവുമല്ല. പക്ഷേ നമ്മൾ ഇവിടെ ചില വസ്തുതകൾ പരിശോധിക്കണം. അതായത് 2010 മുകേഷിനെതിരെയുള്ള കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അതിനുശേഷം 13 വർഷങ്ങൾക്ക് ശേഷം യുവതി പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതി ആദ്യഘട്ടത്തിൽ മരട് പോലീസ് ആ പരാതി ഏറ്റെടുക്കുന്നു. പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് മുകേഷിന് മുൻകൂർ ജാമ്യം നൽകുകയും എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യാനുണ്ടായത്. അതിൽ തന്നെ ഡിജിറ്റൽ തെളിവ് യുവതി ഹാജരാക്കുന്നു. അതേ ഡിജിറ്റൽ തെളിവ് മുകേഷ് ഹാജരാക്കുന്നു. യുവതിയുടെ ഡിജിറ്റൽ തെളിവിൽ ഇദ്ദേഹം ഇവരോട് മോശമായി പെരുമാറിയെന്ന് പറയുമ്പോൾ ഇതേ മോശമായി പെരുമാറിയ ആൾക്ക് പിന്നീട് തുടർച്ചയായിട്ട് ആ സംഭവത്തിന് ശേഷവും ആശംസകൾ അറിയിക്കുകയും ക്യാഷ് വാങ്ങുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുകേഷിന് മുൻകൂർ ജാമ്യം കോടതി പരിഗണിക്കുന്നത്. അതൊരു ന്യായമായിട്ട് ഞാൻ പറയല്ല, അത് തെറ്റാണ്. പക്ഷേ അവിടെ പത്മകുമാറിന്റെ കാര്യം ഇവർ പറയുന്നുണ്ടല്ലോ. പത്മകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു, പ്രധാനപ്പെട്ട അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. ഇപ്പോഴും CPM എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല, അല്ലെങ്കിൽ വിധി വരട്ടെ, കുറ്റപത്രം സമർപ്പിക്കപ്പെടട്ടെ വന്ന് ഇന്ന് മതിയെന്ന് ഇന്നിപ്പോൾ ഏറ്റവും പുതിയ ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നതാണ്. അപ്പോൾ അതിലൊക്കെ CPM ഉത്തരം പറയേണ്ടതുണ്ടോ? അതിലൊരു കോമഡി ഉണ്ട്. ഉത്തരം പറയേണ്ടതുണ്ടോ എന്ന് CPM ആണ് തീരുമാനിക്കേണ്ടതെങ്കിലും ഇപ്പോൾ മുകേഷിന്റെ കാര്യം പറഞ്ഞാൽ പറയും മുകേഷ് ഒരു ജനപ്രതിനിധി മാത്രമാണ്, പാർട്ടി മെമ്പർ അല്ല എന്നുള്ളത്. പത്മകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്മകുമാർ ജനപ്രതിനിധി അല്ല, ഒരു പാർട്ടി മെമ്പർ മാത്രമാണെന്ന് പറയും. അത് തരാതരങ്ങളിൽ എന്ത് തരം ന്യായമെടുത്ത് വീശാമോ അതിന് തയ്യാറായി നിൽക്കുന്ന ഒരു സംവിധാനം, അത് പ്രചരിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ബുദ്ധിജീവികളും അല്ലാത്തവരുമൊക്കെ അടങ്ങുന്ന മറ്റൊരു സൈബർ സംവിധാനം, ഇതൊക്കെ കൊണ്ടങ്ങ് അതിലേക്ക് അങ്ങ് അഭിരമിച്ച് ജീവിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇത്രത്തോളം ഗൗരവമാകുന്ന സാഹചര്യത്തിൽ ഈ രണ്ടാമത്തെ പരാതി, ആദ്യത്തെ പരാതിയിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. ഇന്ന് തന്നെ രണ്ടാമത്തെ പരാതി അല്പസമയത്തിനകം ഈ പറയുന്നത് പോലെ പരിഗണിക്കുന്നുണ്ട്. ആ പരാതിയുടെ സ്വഭാവം എന്താണ്? ഇത് തുടർച്ചയായി ഇത്തരം പരാതികൾ ഉണ്ടാകുന്ന സാഹചര്യം എന്താണ്? ആ പരാതി വന്ന സാഹചര്യം എന്താണ്? പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ല എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് പാർട്ടിക്ക് പരാതി ഇരിക്കട്ടെ എന്ന് ആ പെൺകുട്ടി തീരുമാനിക്കുന്നത്. തുടർച്ചയായി ഈ പരാതി നൽകുന്ന ഇന്ന് റിനിക്കെതിരെ ഭീഷണി ഉണ്ടാവുകയാണ്. പരാതി നൽകുന്ന പെൺകുട്ടികൾക്കെതിരെ അവർക്കെതിരെ ഉണ്ടാകുന്ന അധിക്ഷേപം എത്രത്തോളം വലുതാണ്? ഇപ്പം നിങ്ങൾ എന്ത് സന്ദേശമാണ് ഇപ്പം കോൺഗ്രസ് ചെയ്ത ഒരു അവർ ചെയ്ത ഒരു വലിയ പിഴവെന്താണ്? അവരതിൽ സ്വന്തമായൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്യുന്നത്. ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും എന്ന് പറയാം. ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എടുക്കുന്ന തീരുമാനമാണോ ഒരു പാർട്ടിയെ സ്വാധീനിക്കേണ്ടത്? ഈ വിഷയങ്ങൾ ഇന്ന് പാർട്ടിക്ക് മുന്നിൽ ഉയർന്നു വന്നതാണോ? മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ജാമ്യം കൊടുക്കുകയാണ് എങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കില്ല, ജാമ്യം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കാം. ഈ ജാമ്യം താഴത്തെ കോടതിയിൽ വരുമ്പോൾ ജാമ്യം കിട്ടുന്നില്ല, മുകളിലത്തെ കോടതിയിൽ വരുമ്പോൾ ജാമ്യം കിട്ടുന്നു, അപ്പോൾ തിരിച്ചെടുക്കുമോ? ഇനി അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോവുകയാണെങ്കിൽ അപ്പോൾ അവിടുന്ന് ജാമ്യം തള്ളുകയാണെങ്കിൽ പിന്നെയും പുറത്താക്കും. യൂത്ത് കോൺഗ്രസിൽ പോലും ഭൂരിപക്ഷം വലിയൊരു ശതമാനം നേതാക്കന്മാർ ഇപ്പോഴും രാഹുലിനെ അംഗീകരിച്ച് നിൽക്കുന്ന പലരുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ വ്രണതഹൃദയരാക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവരെ തള്ളിപ്പറഞ്ഞ് ഒരു പെട്ടെന്നൊരു തീരുമാനം അഡമന്റായിട്ട് എടുക്കേണ്ടതെന്ന ഒരു തന്ത്രപരമായ ഒരു തീരുമാനമാണ് അവർ കാത്തിരുന്നതെങ്കിലോ? രണ്ട് കാര്യമേ ഇതിലുള്ളൂ. ഒന്ന്, ഇതൊരു ക്രൈമാണോ? രണ്ട്, ഇതൊരു ക്രൈം അല്ലേ? രണ്ടാമത്തെ ഒരു കാര്യം, രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒരു ചോദ്യം ക്രൈമാണോ ക്രൈം അല്ലയോ എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിലാണോ പാർട്ടിയാണോ? ഈ രണ്ട് കാര്യങ്ങളിൽ തീരുമാനമെടുത്തൊരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ ഒരു മുൻകൂർ ജാമ്യ വിധിയിൽ വരുന്ന ഉത്തരമല്ല അതിന് കാരണമാകേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. പാർട്ടി ഒരു തീരുമാനമെടുക്കേണ്ടത് അങ്ങനെയല്ല. പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക്, പാർട്ടിയുടെ പാരമ്പര്യത്തിന്, പാർട്ടിയുടെ സ്വഭാവത്തിന്, പാർട്ടിയുടെ ഇമേജിന്, പാർട്ടി അഭിമുഖീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് ഇത് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനമെടുക്കും. ഞാൻ അതിനകത്ത് മാധു ഒറ്റ കാര്യമുള്ളൂ. മാധു പറഞ്ഞ പോയിന്റ് ഒരു പോയിന്റ് മാത്രമാണ്. അതായത് ഇതൊരു ക്രൈമാണ്.
ഇതൊരു കുറ്റകൃത്യമാണ്. അതിനകത്ത് രാഷ്ട്രീയത്തെ ഒന്നും ആരും വലിച്ചിരിക്കേണ്ട. തെരഞ്ഞെടുപ്പായി എന്നുള്ളത് കൊണ്ട് ആർക്കും എന്ത് കുറ്റകൃത്യം ചെയ്യാൻ. ഒരു കാര്യം, രാഹുൽ ഇനിയും പിൻവാതിൽ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയോ ഈ പാലക്കാട് മണ്ഡലത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന് നമുക്ക് പറയാനാകില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒപ്പം ചേരില്ല എന്ന് എന്തുറപ്പ് പറയാൻ നമുക്ക് കഴിയും? ഈ കോൺഗ്രസ് പാർട്ടിക്ക് പറയാൻ കഴിയും? അല്ല, അതായത് ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം അവർ അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കി കഴിഞ്ഞു. പിന്നീട് അയാൾ തിരിച്ചു കയറുന്നത് എങ്ങനെയാണെന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പറയാം, രാഹുൽ ആയതുകൊണ്ട് എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം? അവിടുത്തെ MLA ആണ് നിലവിൽ, അദ്ദേഹം അവിടുത്തെ MLA. അങ്ങനൊന്നും സാധിക്കില്ല. ഇത് ജനാധിപത്യ കേരളമാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഇൻഡയറക്റ്റ് ആയി, അതായത് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് ഒരു പ്രതിയായിട്ടാണ്. അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിരിക്കുകയാണ്. അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുന്നു. അത് ഇരുന്ന് നാളെ വളഞ്ഞ വഴിയിലൂടെയോ വേറെ ഏതെങ്കിലും ചുരം കടന്നിട്ടോ പാലക്കാട് ഹൈക്കോടതിയിൽ ഒരു അത്തരം സാധ്യതകൾ ഉണ്ടാകില്ല. കാരണം ഞാൻ ഉറച്ചു വിശ്വസിക്കും, എനിക്ക് കേരള പോലീസ് നല്ല വിശ്വാസമുള്ളൂ പറയാണ്. കേരള പോലീസ് ഇതിനകത്തൊരു ക്രൈം ഫ്രെയിം ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് 2 പരാതികൾ കൃത്യമായി വന്നു കഴിയും. ഇത്രയും നാളും പറഞ്ഞിരുന്നത് തെളിവുകൾ മാത്രമേ ഉള്ളൂ, പരാതിക്കാരി ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പരാതിക്കാരി മുന്നിൽ വന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് അത്രയും നാളും ഇത് ഉരുട്ടിക്കളിച്ചത്. ഇനി അങ്ങനെ വന്ന് തിരിച്ചു കയറാനൊന്നും പറ്റില്ല. ഇത് വെള്ളരിക്കപ്പെട്ടൊന്നും അല്ലല്ലോ. അങ്ങനെയൊന്നും സാധ്യമാകില്ല. അത്തരമൊരു ചിന്താഗതി ഒരാൾക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇവിടെ ഒരു ക്രൈം നടന്നിരിക്കുന്നു. അതിൽ നിയമപരമായ നടപടി, നിയമത്തിന്റെ വഴിക്ക് പോകണം. അതിനോട് ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും ആ നിയമത്തിന് അനുശാസിച്ച് മുന്നോട്ട് പോകുക മാത്രമേ ഉള്ളൂ. അതായിരിക്കും സംഭവിക്കാനും പോകുന്നു. നമുക്ക് കാത്ത് ഇരിക്കാം. എന്തായാലും 15-ാം തീയതി വരെ ഒരു ഇടക്കാല ആശ്വാസം കിട്ടുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കിനി കാണാം.